നമസ്കാരം. വിളക്കുമരം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈയിടെ പേപ്പറിലൊരു വാർത്ത കണ്ടു. 52 വയസ്സുള്ള ഒരു കാർഡിയോളജിസ്റ്റ്, ഹൃദയരോഗ വിദഗ്ധൻ, ഹൃദയസ്തംഭനം മൂലം നിര്യാതനായി. ജോലിക്കിടെയാണ് ഈ മരണം സംഭവിച്ചത്. അതിൻ്റെ താഴെ എഴുതിയിരുന്നു, ജോലിയുടെ സമ്മർദ്ദത്തിൽപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന്. പ്രിയപ്പെട്ടവരെ, ഹൃദയരോഗ വിദഗ്ധൻ എന്ന നിലയിൽ ഒരു ശരീരത്തിന് ആവശ്യമായ എല്ലാ വ്യായാമവും ഭക്ഷണക്രമവും ഒക്കെ കൃത്യമായി പാലിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു മിതത്വത്തിൻ്റെ ആവശ്യകതയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. വ്യായാമം ചെയ്യാം, എന്നാൽ മിതമായ വ്യായാമം. ഭക്ഷണ നിയന്ത്രണമാകാം, എന്നാൽ അത് മിതമായിട്ടുള്ളതായിരിക്കണം. പല കാര്യങ്ങളും നമുക്ക് അറിവായിട്ട് ലഭിക്കുമ്പോൾ ബുദ്ധിയും ചിന്തയും കൂടെ ഉപയോഗിച്ച് വേണം കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായി. ഈയിടെ ഒരു യുവാവ് സംസാരിക്കുകയുണ്ടായി. അമിതമായ ശരീരഭാരം നിയന്ത്രിക്കാനായി പ്രത്യേക തരം ഭക്ഷണം കഴിക്കുകയും 1 മാസം കൊണ്ട് 4 കിലോയോളം വെയിറ്റ് കുറയുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഊർജം ആവശ്യമാണ്. ശരീരത്തെ തളർത്താത്ത രീതിയിലുള്ള ഭക്ഷണക്രമം, അതേസമയം മിതത്വം പാലിച്ചുകൊണ്ടുള്ള ഭക്ഷണക്രമമാണ് നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പലരും പറയാറുണ്ട്, വ്യായാമത്തിന് സമയമില്ല, ഭക്ഷണം കഴിക്കാൻ സമയമില്ല. നാം എന്തിനു വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്? കൃത്യമായ ഇടവേളകളിലെങ്കിലും ഭക്ഷണം കഴിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ അധികം വർഷങ്ങളൊന്നും എടുക്കില്ല, അതിനു മുമ്പ് തന്നെ ബാധിക്കും എന്നതിൽ സംശയമില്ല. ആവശ്യത്തിനുള്ള ഉറക്കം, ഞാൻ പറയുന്നത് കറക്റ്റ് 7 മണിക്കൂർ 8 മണിക്കൂർ എന്നല്ല. നമ്മുടെ ശരീരത്തിന് അനായാസമായി ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായി ചിന്തിച്ചുകൊണ്ട് നാം കടന്നു ചെല്ലണം. അമിത പ്രാധാന്യം കിട്ടുന്ന വാർത്തകൾക്കും മാസികകൾക്കും ആളുകളുടെ ഇൻഫ്ലുവൻസിനും ഒക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുകൂടെ ചിന്തിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. പല കാര്യങ്ങൾ പല ആളുകളിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ സ്വന്തം ബുദ്ധി കൂടെ ഉപയോഗിച്ച് ചിന്തിച്ചുകൊണ്ട് ശരീരത്തെ ഒരിക്കലും അപകടപ്പെടുത്താത്ത രീതിയിലുള്ള വ്യായാമവും ഭക്ഷണവും അതിലുപരി മാനസിക സമ്മർദ്ദത്തിൽ നിന്നുള്ള മോചനവും നമുക്ക് ലഭിക്കേണ്ടത് അത്യാവശ്യമല്ലേ? ജോലി ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് നമുക്ക് വേണ്ട വരുമാനം നൽകും. പക്ഷേ ആ ജോലിക്ക് വേണ്ടി നാം ചെലവഴിക്കുന്നത് നമ്മുടെ ആരോഗ്യമാണ് എന്ന ചിന്ത എന്ന് നമ്മുടെ മനസ്സിലുണ്ടോ, അന്ന് ശരീരത്തെ ഒരിക്കലും ഹാനികരമായി ബാധിക്കാത്ത രീതിയിൽ നമ്മുടെ ജോലി കൂടെ ഒന്ന് മോഡറേറ്റ് ചെയ്തുകൊണ്ട് പോകാൻ നമുക്ക് സാധിക്കും എന്നതിൽ സംശയമില്ല. ഈ ഒരു ചിന്ത നിങ്ങൾക്കേവർക്കും പ്രദാനം ചെയ്യുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ എന്ന് കരുതിക്കൊണ്ട് നന്ദി.